ഞാൻ കർണിയമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ ഡിജിറ്റൽ അച്ചടക്കം പറഞ്ഞൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിജിറ്റൽ അച്ചടക്കത്തെക്കുറിച്ച് ഞങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സിലൊക്കെ പോയി ക്ലാസ് എടുത്തു. അപ്പോൾ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയും ഫോണൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ. അപ്പോൾ ഫോണിൽ നിങ്ങളിപ്പോൾ ഫോൺ പേ, ഗൂഗിൾ പേ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രൊഫൈലൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് പറഞ്ഞാൽ അവർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കി അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പണം എടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ട് പാസ്വേഡ് അതൊന്നും ആർക്കും ഷെയർ ചെയ്യാണ്ടിരിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ സൊമാറ്റോ, ഫ്ലിപ്കാർട്ട് അതിനൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നവരില്ലേ. അപ്പോൾ ഒരു 5-ൽ കൂടുതൽ പ്രാവശ്യമൊക്കെ ഓർഡർ ചെയ്ത് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ ഞങ്ങളുടെ ഗോൾഡൻ കസ്റ്റമേഴ്സ് ആണെന്നൊക്കെ പറയും. അപ്പോൾ ഗോൾഡൻ കസ്റ്റമേഴ്സ് ആണെന്നൊക്കെ പറയും. അപ്പോൾ അതിലൊന്നും വീഴാണ്ടിരിക്കുക. അവർ നമ്മുടെ ഇതേപോലെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളെ അവര് വഴിയിൽ അകപ്പെടുത്തിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുക്കും. അപ്പോൾ അതിലൊന്നും അകപ്പെടാണ്ടിരിക്കുക. ഇത് ഞങ്ങളുടെ സ്കൂളിൽ ഡെലിഗേറ്റ്സ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നോട്ടീസാണ്. നോട്ടീസാണ്. ഇതിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ചേച്ചി എൻ്റെ പേര് ജില്ലസാണ്. ഞാൻ കർണിയമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ഇവിടെ ചുറ്റുപാടുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് സോഷ്യൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതായി പോസ്റ്റിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഞാൻ വന്നത് കാരണം കുറേ ആൾക്കാർ സൈബർ സെക്യൂരിറ്റിയെ പറ്റി പലരും പഴയതായി പെടുന്നത്, അവർ പല കളികളിലും പെടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇത് വായിക്കുന്നതിലൂടെ കൂടുതൽ മനസ്സിലാക്കുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കോ അവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇതിനൊക്കെ സഹകരിക്കുക. കർണിയമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു ലിറ്റിഗേറ്റ്സ് ആണ്. അപ്പോൾ ലിറ്റിഗേറ്റ്സിന്റെ ഭാഗമായിട്ട് ഒരു സൈബർ ക്രൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോണിലൂടെ ആൾക്കാരിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ അതിനെപ്പറ്റി സൈബർ സെക്യൂരിറ്റി പറഞ്ഞാൽ നിറയെ കാര്യങ്ങളുണ്ട്. സൈബർ സെക്യൂരിറ്റി, സൈബർ ബുള്ളിങ്, സൈബർ ഗ്രൂമിങ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി പറഞ്ഞാൽ നമ്മൾ ഫോണിലൂടെ ഹാക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അത് ഇൻഫോം ചെയ്യണം വേഗം. പിന്നെ നിറയെ ആപ്പിലൂടെ പോയിട്ട് നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പാലിക്കാതെ എടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ നോക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയിലൂടെ വരുന്നത്. പിന്നെ സൈബർ ഗ്രൂമിങ് പറഞ്ഞാൽ ഒരാളിനെ എങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ച് അങ്ങനെ തമ്മിൽ ബന്ധപ്പെട്ട് അങ്ങനെ സൈബർ ഗ്രൂമിങ് അതിൽ തമ്മിൽ മോർഫിംഗ് ചെയ്യാം. അപ്പോൾ സൈബർ സെക്യൂരിറ്റി, സൈബർ ഗ്രൂമിങ്. അപ്പോൾ സൈബർ ക്രൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട്. അപ്പോൾ ഈ സൈബർ ക്രൈം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും നടന്നു കഴിഞ്ഞാൽ ബന്ധപ്പെടുന്ന ആൾക്കാരിനെ ബന്ധപ്പെടണം, പോലീസ് സ്റ്റേഷൻ എന്നിവ. അപ്പോൾ ഈ നോട്ടീസ് ചേച്ചി ഞങ്ങൾ ലിറ്റിൽ കിഡ്സിൻ്റെ ഭാഗമായിട്ടാണ് ചേച്ചി വരുന്നത്. എൻ്റെ പേര് സഞ്ജയ്. ഇപ്പോൾ രാജ്യത്തൊട്ടാകെ സൈബർ ക്രൈം നടക്കുകയാണല്ലോ. ഈ സൈബർ അതിക്രമങ്ങൾക്കെതിരെ നമുക്ക് എങ്ങനെ പോരാടാം എന്നുള്ളൊരു ചെറിയ ക്ലാസ്സാണ് ചേച്ചി ഇത്. ഈ സൈബർ ക്രൈം കാരണം പലവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ സൈബർ ക്രൈമിനെതിരെ നമുക്ക് എങ്ങനെ പോരാടാം എന്നുള്ളത് മനസ്സിലാവും ചേച്ചി. ഇതിലിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ആ കുട്ടികളിപ്പോൾ ഏറ്റവും അധികമായിട്ട് നടക്കുക ഫ്രീ ഫയർ, പബ്ജി പറഞ്ഞ് കളിക്കുക. ഈ ഫ്രീ ഫയർ, പബ്ജിയിലൊക്കെ നമ്മൾ അക്കൗണ്ട് അവർക്ക് കുറച്ചും കൂടി ഉയർത്താൻ വേണ്ടി അവർ പൈസയ്ക്ക് വേണ്ടി SBI കാർഡിൻ്റെ നമ്പറും ATM കാർഡ് നമ്പർ, ഗൂഗിൾ പേ നമ്പർ ഇങ്ങനെ പലതും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അയക്കും. അപ്പോൾ ഇനിമേലുള്ള കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞാൽ അതൊന്നും അയച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ ആര് പറയാണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ആ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആ ഓൺലൈനിലുള്ള ചാറ്റിങ് ഇതൊക്കെ കുട്ടികളെ തടയിപ്പിക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഓരോ UPI പിന്ന് ഇങ്ങനെ പലതും ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ സീക്രട്ട് ആയിട്ട് വെക്കുക. ഇതിപ്പോൾ